മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം നടത്തിയ ഹമാസ് ഭീകരനെ വധിച്ച് ഇസ്രായേൽ. ഗാസയിലെ അൽ ജസീറ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫിനെയാണ് സേന വകവരുത്തിയത്. റോക്കറ്റ് ആക്രമണങ്ങളുടെ സൂത്രധാരനെയാണ് വധിച്ചതെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഇതിന് തെളിവായി രഹസ്യാന്വേഷണ രേഖകളും വിവരങ്ങളും പുറത്തുവിട്ടു. വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വതി സതീഷ് ചേരുന്നുണ്ട്. അശ്വതി, ഈ മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം നടത്തിയ ഹമാസ് ഭീകരനെയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന വധിച്ചിട്ടിരിക്കുന്നത്, അല്ലേ? അതെ നിഖിൽ, ഇന്നലെ രാത്രിയിൽ ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ ഉണ്ടായ വ്യോമാക്രമണത്തിലാണ് ഈ മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ 5 മാധ്യമപ്രവർത്തകരെ വധിച്ചത്. 28-കാരനായ അനാസ് അൽ ഷെരീഫ് ക്യാമറാമാനും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത്. ഇതിനു പുറമെ 7 പേരാണ് ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഭീകരപ്രവർത്തനത്തിനായി ഗാസയിലെത്തിയെന്നാണ് IDFന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഔദ്യോഗിക പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗാസയിൽ കാലങ്ങളായി ആക്രമണം തുടങ്ങിയ സമയം മുതലേ ഒക്ടോബർ 7 ആക്രമണം മുതൽ ഇയാൾ ഇവിടെ സ്ഥിരമായി ഉണ്ടായിരുന്നു. IDF പറയുന്നത് പ്രകാരം ഹമാസിന്റെ റോക്കറ്റ് സിസ്റ്റത്തിന്റെ തലവനാണെന്നാണ് വിവരം. ഇതിന് തെളിവായി IDF ഭീകര പരിശീലനം നൽകിയവരുടെ പട്ടികയും അവർക്കുള്ള ശമ്പള വിവരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ശരി അശ്വതി, മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം നടത്തിയ ഹമാസ് ഭീകരനെ വധിച്ച് ഇസ്രായേൽ. ഗാസയിലെ അൽ ജസീറ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫിനെയാണ് സേന വകവരുത്തിയത്. റോക്കറ്റ് ആക്രമണങ്ങളുടെ സൂത്രധാരനെയാണ് വധിച്ചതെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. ഇതിന് തെളിവായി രഹസ്യാന്വേഷണ രേഖകളും വിവരങ്ങളും പുറത്തുവിട്ടു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വതി സതീഷ്.